നമസ്കാരം. ബുക്ക് ഇൻട്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എസ് ഹരീഷിൻ്റെ പുതിയ നോവൽ പട്ടുനൂൽ പുഴുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഒപ്പം ഉള്ളത് നോവലിസ്റ്റ് എസ് ഹരീഷ്. സ്വാഗതം ഹരീഷ്. സന്തോഷം. ഹരീഷ്, പട്ടുനൂൽ പുഴു അവതരിപ്പിച്ചുകൊണ്ട് ആമുഖമായിട്ട് വായനക്കാരോട് എന്താണ് സംസാരിക്കാൻ? എഴുത്തിലെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും വായനക്കാരാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ മറ്റു നോവലുകളിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട നോവലാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മറ്റേ രണ്ട് നോവലുകൾ, ഇപ്പോൾ മീശ ആഗസ്റ്റ് പിന്നെ രണ്ടും ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞ നോവലുകളായിരുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്ന നോവലുകളായിരുന്നു, വലിയ സ്ഥലം അങ്ങനെയൊക്കെ വരുന്ന നോവലുകളായിരുന്നു. പക്ഷേ ഇത് പിന്നെ കുറച്ചുകൂടെ വ്യത്യാസം ആ തരത്തിലുണ്ട്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതുപോലെ സ്ഥലം പ്രധാനമാണെങ്കിൽ പോലും മീശയുടെ അത്രയും സ്ഥലം പ്രധാനമല്ല ഇതിനകത്ത്. സ്ഥലം ഇതിനോട് കണ്ടന്റിനോട് ഉൾച്ചേർന്ന് വരുന്ന ഒരു പരിപാടിയാണ്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് നോക്കിയുള്ള എഴുത്താണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ഇത്തിരി മാറി എന്നുള്ള കാഴ്ചയാണ് പലപ്പോഴും. പക്ഷേ ഇത് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിന് ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ്. കുറച്ചുകൂടി ഒരു ആത്മകഥ സ്വഭാവമുള്ള എഴുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരീഷിൻ്റെ പറഞ്ഞത് ഏകാന്തതയെക്കുറിച്ചുള്ള ഒരു നോവൽ, ഒരു ആഖ്യാനം എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു അനുഭവമായിട്ട് എനിക്ക് ഒന്നാമത് ഏകാന്തത എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം മനുഷ്യർ രണ്ട് തരത്തിലുണ്ട്. ചിലർക്ക് ആൾക്കൂട്ടത്തിൽ നിന്നായിരിക്കും ഊർജ്ജം കിട്ടുന്നത്, ചിലർക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും ഊർജ്ജം കിട്ടുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആൾക്കൂട്ടത്തിൽ ഊർജ്ജം വാർന്നു പോകുന്ന ആളാണ് ഞാൻ. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് എനിക്ക് ഊർജ്ജം കിട്ടുന്നത്. ചെറുപ്പം പോലെ എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ചെറുപ്പം പോലെ അത്യാവശ്യം നല്ല ഇൻട്രോവേർട്ടായ ഒരാളാണ്. എനിക്കിപ്പോഴും വേദിയിൽ കയറി സംസാരിക്കാനൊക്കെ സ്വല്പം ഭയമുള്ള ആളാണ്. അതിനെ പിൽക്കാലത്ത് ഞാൻ മാറ്റിയെടുത്തു കുറേ. നമ്മുടെ ഈ എഴുത്തിലോട്ട് തിരിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് വേദികൾ പോകാൻ തുടങ്ങിയപ്പോൾ കുറേയൊക്കെ മാറ്റിയെടുത്തു. എങ്കിൽ പോലും അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ അമർന്ന് കിടപ്പുണ്ട്. ആ സ്വഭാവം മാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്ത് ഏകാന്തതയെക്കുറിച്ച് എഴുതാനാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. രണ്ട് നോവലിലും, മുൻ നോവലുകൾ രണ്ടെണ്ണത്തിലും, ഇപ്പം മീശയിലാണെങ്കിലും ഓഗസ്റ്റ് 17 എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും വലിയൊരു ലോകം ബേസ് ചെയ്തുകൊണ്ടാണ് ഹരീഷിൻ്റെ ആഖ്യാനങ്ങൾ. ഇവിടെ എങ്ങനെയുണ്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട ലോക ക്ലാസിക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ്. കഥാപാത്രങ്ങളുടെ പേര് പോലും അത് വായനയുടെ ലോകം എനിക്ക് വളരെ പ്രിയപ്പെട്ട ലോകമാണ്. ഒരാളെ എഴുത്തുകാരനാക്കുന്നത് വായനയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായനയില്ലെങ്കിൽ ഒരിക്കലും ഒരാൾ എഴുത്തുകാരനാകില്ലെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. നമുക്ക് കിട്ടുന്ന വലിയൊരു ട്രെയിനിങ്ങാണ് വായന എന്ന് പറയുന്നത്. വായിച്ച് ഒരു കുറേ കഴിയുമ്പോഴാണ് നമുക്ക് പറ്റുന്ന ഏക കാര്യം, വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എഴുത്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയൊരു ലോകം വായനയുടെയാണ്. നമ്മൾ ലൈബ്രറികൾ, പുസ്തകങ്ങൾ, ഇതെല്ലാം കൂടെ രൂപപ്പെടുത്തിയ ആളാണ് എഴുത്തുകാരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്. എൻ്റെ വായനയാണ് തീർച്ചയായിട്ടും വേറെ മനുഷ്യരുമായിട്ടുള്ള പരിചയങ്ങളെക്കാളും എന്നെ രൂപപ്പെടുത്തിയ കാര്യം എൻ്റെ വായനയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോകം എഴുതാൻ എനിക്ക് ഭയങ്കരമായ ഇഷ്ടവും ആഗ്രഹവുമുണ്ട്. അതാണ് തീർച്ചയായിട്ടും ഈ പട്ടുനൂൽ പുഴുവിൽ കടന്നു വന്നത്. പ്രത്യേകിച്ചും രണ്ട് ക്യാരക്ടേഴ്സ്, ഒന്ന് കാഫ്കയുടെ മെറ്റമോർഫസിലെ ഒരു ക്യാരക്ടർ, പിന്നെ ഒന്ന് യുദ്ധവും സമാധാനത്തിലെ ക്യാരക്ടർ. ഈ രണ്ടും പേരുപയോഗിക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആ വായന എന്നാണ്. വലിയ എഴുത്തുകാരുടെ എഴുത്തിനോട് നമുക്കൊരു ആദരവും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ പേര് ഉപയോഗിച്ചത്. സ്വാഭാവികമായിട്ടും എഴുത്തിൽ കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തിൽ എനിക്ക് തോന്നുന്നത് നല്ല പങ്കും എഴുത്തിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ നറേറ്റ് ചെയ്യാം, എങ്ങനെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ ഫലപ്രദമായി കഥ പറയാം, ഇതൊക്കെയാണ് വലിയൊരു ആശങ്കയായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതുതന്നെയാണ് എഴുത്തിലോട്ട് വരുന്നത്. കാഫ്കയുടെ ആ കഥാപാത്രം സാംസയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവം, അതിലൂടെ ഐഡന്റിറ്റി ക്രൈസിൻ്റെ പല തലങ്ങളിലൂടെ പോകുന്നൊരു നോവലാണ്. പക്ഷേ ഈ സാംസയും അങ്ങനെ തന്നെയാണല്ലോ. ഒരുപാട് ഐഡന്റിറ്റി ക്രൈസിസ് ആ ക്യാരക്ടറുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മാർക്സറാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ആ ഒരു സംഘർഷമുണ്ട് തോന്നുന്നല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സാംസയ്ക്കുണ്ട്, സാംസയുടെ അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ മാത്രമേ ആ ചോദ്യമുള്ളൂ.
നമ്മൾ ലോകത്തിൽ കോടിക്കണക്കിന് തരം ജീവികളുണ്ടെങ്കിലും നമുക്ക് മാത്രമേ ആ ഒരു ഉത്കണ്ഠയുള്ളൂ, മനുഷ്യന് മാത്രമേ ആ ഒരു ചോദ്യമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മതം ഉണ്ടാകുന്നത്, നമുക്ക് ലിറ്ററേച്ചർ ഉണ്ടാകുന്നത്, നമുക്ക് തത്വചിന്ത ഉണ്ടാകുന്നത് എല്ലാം ഈ ചോദ്യം കാരണമാണ്. അതെല്ലാ മനുഷ്യരും ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, ചെറിയ തോതിലും വലിയ തോതിലുമൊക്കെ. കാഫ്കയ്ക്കും അല്ലെങ്കിൽ വലിയ എഴുത്തുകാർക്കും വലിയ തോതിലുണ്ടായിരിക്കാം, സാധാരണ മനുഷ്യർക്ക് സാധാരണ തോതിലുണ്ടായിരിക്കാം. അപ്പം എന്നെ സംബന്ധിച്ചും അതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ സംശയം എന്നൊക്കെ പറഞ്ഞ പേര് വളരെ യാദൃശ്ചികമായിട്ട് ഇതിൽ വന്നതാണ്. നടാഷ എന്ന് പറഞ്ഞ പേരും യാദൃശ്ചികമായിട്ട് വന്നതാണ്. അത് എഴുതി തുടങ്ങുമ്പോൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല. ക്രമേണ അതിലോട്ട് നമ്മൾ വരികയാണ്. എഴുത്ത് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നൊരു പ്രക്രിയയുണ്ട് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ. ഈ നോവലെന്ന് പറഞ്ഞാൽ ഈ വലിയൊരു ജീവിതം ജീവിച്ച് തീർക്കുന്ന പരിപാടിയുണ്ട്. നോവൽ വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നല്ലൊരു നോവൽ വായിക്കുമ്പോൾ വലിയൊരു ജീവിതം ജീവിച്ച് തീർത്ത പോലെ നമുക്ക് തോന്നും. എഴുതുമ്പോഴും അതുപോലെ തന്നെയാണ്. ആ നോവൽ നമ്മളെ മാറ്റുന്നുണ്ട്. നമ്മൾ വായിച്ച കാര്യങ്ങൾ നമ്മളെ മാറ്റുന്നുണ്ട്. ഈ വായിച്ച കാര്യങ്ങൾ തുടർച്ചയായിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. ഈ സംസ, നടാഷ, ഈ അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ മാർക്ക് സാറിൻ്റെ ഇവരെല്ലാം ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന കാര്യം മനുഷ്യൻ്റെ പ്രാഥമികമായ ചോദ്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ കുട്ടികളുടെ ഒരു വലിയ സാന്നിധ്യം, കുട്ടിത്വത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ സാംസ 13 വയസ്സിലാണ്. സാംസ കൂടെയുണ്ടെന്ന് കരുതുന്ന നടാഷ 13-ലാണ്. അതുപോലെ തന്നെ ഈ സാംസയുടെ അമ്മ 13 വയസ്സിൻ്റെ ഒരു ഓർമ്മ എത്തുന്നത് അല്ലേ. കുട്ടികളെ എവിടെയും കാണില്ല, അദൃശ്യരാണ് കുട്ടികൾ. മുതിർന്നവരുടെ ലോകത്ത് കുട്ടികളില്ല. അതെ അതെ അതെ. അത് 13 വയസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കൗമാരം, ബാല്യം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സമയമാണ്. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് നമ്മൾ കയറി തുടങ്ങുന്ന പ്രായമാണ് 12, 13, 14 വയസ്സ് വരെ. വലിയൊരു ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരു മനുഷ്യൻ എന്നൊരു തരത്തിൽ വലിയ പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുന്ന പ്രായമാണത്. അതുവരെ നമ്മൾ വളരെ സ്വാഭാവികമായിട്ടും അച്ഛൻ, അമ്മ അവർ പറയുന്നതെല്ലാം വളരെ ശരിയാണ്, അവരാണ് വലിയ മനുഷ്യർ എന്ന് കരുതി നമ്മൾ ജീവിച്ചു പോരുന്ന ഒരു സമയമാണ്. അവിടുന്ന് നമുക്ക് ഒരു തിരിച്ചറിവ് പെട്ടെന്ന് ഉണ്ടായി വരികയാണ്. നമ്മൾ ഈ ലോകത്ത് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിടേണ്ട മനുഷ്യനാണ് എന്ന് തോന്നി തുടങ്ങുന്നൊരു സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമോഷൻസ് മാറി വരുന്നു. എന്താ പറയുക, നമ്മുടെ മറ്റേ എതിർലിംഗത്തോടുള്ള ആകർഷണം പതുക്കെ തുടങ്ങുന്നു. നമ്മുടെ അഭിരുചികൾ മാറുന്നു, നമ്മുടെ വായനയുടെ സ്വഭാവം മാറുന്നു, നമ്മൾ കാണുന്ന ലോകം മാറുന്നു. ഇതെല്ലാം ചേർന്നൊരു കാര്യമാണ് 13 വയസ്സ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇപ്പം എല്ലാ 13 വയസ്സിൻ്റെ അത് ചേർന്ന് വരുന്നുണ്ട്. ഇപ്പം ശരിക്കുമുള്ള നടാഷ, ടോൾസ്റ്റോയുടെ നടാഷയ്ക്കും 13 വയസ്സാണ് ആ നോവൽ തുടങ്ങുമ്പോൾ. യുദ്ധസമാനം തുടങ്ങുമ്പോൾ 13 വയസ്സാണ്. അതൊരു എഴുത്തിലെ രസമായിട്ട് പിന്നെ എഴുത്തിനിടയിൽ കയറി വന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്കത് ഭയങ്കര അക്കാര്യം എനിക്ക് വളരെ എൻജോയ് ചെയ്യാൻ തോന്നി. കാരണം എന്നെ സംബന്ധിച്ചും 13 വയസ്സ് എൻ്റെ ജീവിതത്തിൽ നിർണായകമായ കാലം തന്നെയായിരുന്നു. ആത്മാംശം എന്താണോ നമ്മൾ എഴുതുന്നതിനകത്ത് എല്ലാ ആത്മാംശമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ മീശയാണെങ്കിലും ഓഗസ്റ്റ് 17 നമ്മൾ എഴുതിയ എല്ലാ നോവലുകളിലും നമ്മുടെ ആത്മാംശമുണ്ട്. എന്നാൽ നമ്മളല്ല താനും അത്. ഇപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് എഴുതുമ്പോൾ എഴുത്തിലയാൾ വേറെ ആളായിട്ട് മാറുന്നുണ്ട്. എഴുതി വരുമ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് എടുക്കുന്നു, പക്ഷേ എഴുത്തിലയാൾ വേറെ ആളായി മാറുന്നുണ്ട്. എഴുതി വരും. അതാണ് എഴുത്തിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത്, മാറി വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ച് എഴുതുമ്പോൾ പോലും അത് വേറൊരാളുടെ കഥയായിട്ട് വരുന്നുണ്ട്. നമ്മളെ കഥയാണ്. അതേസമയം തന്നെ സംസ വേറെ ആളുമാണ്, ഞാനല്ല സംസ, വേറെ ആളുമാണ്. എന്നാൽ കുറേ ഞാനുമാണ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതല്ലേ ഇപ്പം യഥാർത്ഥ ജീവിതത്തെ അതേപടി പകർത്തുന്നതല്ലല്ലോ സാഹിത്യം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എഴുത്തിൽ കൂടെ ഉണ്ടാകുന്ന പരിവർത്തനം ക്യാരക്ടേഴ്സിനുണ്ടാകും. അതുകൊണ്ട് ആത്മാംശം എല്ലാത്തിലും ഉള്ള പോലെ തന്നെ ഇതിലുമുണ്ട്. അത്രേ ഉള്ളൂ. ദൈന്യതയുടെ ഒരു വല്ലാത്തൊരു അനുഭവം ഈ നോവലുണ്ട്. ഇപ്പം ശാരീരികമായിട്ട് ചാലഞ്ച് അനുഭവിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, മാനസികമായിട്ടുള്ള സ്റ്റീഫനെ പോലത്തെ കഥാപാത്രം. ഇത് എനിക്ക് ഓഗസ്റ്റ് 17 ബഷീറിനൊക്കെ അവതരിപ്പിക്കുമ്പോഴുള്ള ആ ഒരു അനുഭവമാണ്. അത് ഈ നോവലിലും. അതെ. അതായത് ദൈന്യത വളരെ ആകുലപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്നെ. കാരണം എന്തുകൊണ്ടാണ് ചില മനുഷ്യർക്ക് മാത്രം ഇങ്ങനെ വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ചില മനുഷ്യർക്ക് മാത്രമല്ല, ദൈന്യത ഇപ്പോൾ ആലോചിക്കുമ്പം എല്ലാ മനുഷ്യർക്കും പല ജീവസാഹചര്യങ്ങളിൽ ദൈന്യത കൂടെ കടന്നുകൊണ്ട് വരും. ചിലർക്കത് മാനസിക വെല്ലുവിളിയായിരിക്കും, ചിലർക്ക് സാമ്പത്തിക വെല്ലുവിളിയായിരിക്കും, ചിലർക്ക് ശാരീരികമായ വെല്ലുവിളിയായിരിക്കും. ഇതൊക്കെ ഉണ്ട്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. മനുഷ്യൻ പല അവസ്ഥകളിൽ കൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടതുണ്ട് ജീവിതത്തിൽ. ഇതെല്ലാം ജീവിച്ചു തീർത്താലേ നമ്മളെ ജീവിതം അവസാനിക്കത്തുള്ളൂ. ഇപ്പം ജീവിതാവസ്ഥയുടെ വിശദീകരണമാണ് ലിറ്ററേച്ചർ എന്ന് പറയാറുണ്ട്, സാഹിത്യം എന്ന് പറയുന്നത്. ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ പഠനമല്ല,
നമുക്ക് ഉള്ളിൽ തോന്നുന്നൊരു വിശദീകരണമാണ് ജീവിതത്തെക്കുറിച്ച്. അതാണ് നമ്മൾ കഥയായിട്ടും നോവലായിട്ടും ഒക്കെ എഴുതുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു മനുഷ്യജീവി അനുഭവിക്കുന്ന ദൈന്യത നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സ്റ്റീഫൻ്റെ കാമുകിമാർക്കും ആ ഒരു അതെ അതെ. ഈ ഉന്മാദത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ ആർക്കാണ് ഉന്മാദമില്ലാത്തതെന്നൊരു പ്രശ്നമുണ്ട്. ഈ മനുഷ്യന് കിട്ടിയിട്ടുള്ള ദിഷണാശേഷി ഉണ്ടല്ലോ, ദിഷണാശേഷി അതൊരു ഉന്മാദാവസ്ഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകാൻ ഇത്തരം ബുദ്ധിയൊന്നും ആവശ്യമില്ല. മൃഗങ്ങൾ വളരെ സുഖകരമായിട്ട് ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട്, അവർക്ക് ജീവിതത്തെക്കുറിച്ച് യാതൊരു ആകുലതയില്ല. പക്ഷേ മനുഷ്യനങ്ങനെയല്ല. മനുഷ്യന് വിവേചന ശക്തിയും ഈ ബുദ്ധിയുള്ളത് കാരണം നമുക്ക് നിരന്തരം ആകുലതകൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതിന് ഒരു വ്യക്തമായ ജീവിതത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പറ്റുന്നുമില്ല. ഈ ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് നമ്മുടെ നിലനിൽപ്പ് എന്താണ്, എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് നിലനിൽക്കുന്നത് എന്നുള്ള ആത്യന്തികമായ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും കണ്ടെത്താതെ മരിച്ചു പോകുന്ന ആളാണ് മനുഷ്യൻ. മറ്റു മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ബുദ്ധി പോലും നമ്മുടെ ഒരു ഉന്മാദാവസ്ഥയാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കാണ് ഉന്മാദമില്ലാത്തത് എന്നൊരു വലിയ ചോദ്യം ഉണ്ട്. ഉന്മാദത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ പലർക്കും കാണാം, പല മനുഷ്യർക്കും കാണാം. എനിക്ക് അത്തരം ഉന്മാദികളായ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാർ ഒരുപാട് പേരുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ചിലർ തന്നെ ഭ്രാന്തുള്ളവരാണോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെ കഴിഞ്ഞ ദിവസം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ സജീംസ് സംസാരിച്ച് ഞാൻ ഒരു ഭ്രാന്തനാണെന്ന് സംസാരിച്ചത്. അതുകൊണ്ട് അതെപ്പോഴും ഒരു ചോദ്യമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. ഇതിനകത്ത് തന്നെ സ്റ്റീഫൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. സ്റ്റീഫൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എനിക്ക് അയാളുടെ അംശമുള്ള ചില ക്യാരക്ടേഴ്സിനെ ചെറുപ്പത്തിൽ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ ഉത്കണ്ഠകൾ എനിക്ക് കുറച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരണം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു മാനസിക ബുദ്ധിമുട്ടിൻ്റെ ഒരു സ്ഥലത്തൂടെ കടന്നു പോയിരുന്നൊരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ വിവരണം കേട്ട് ഞാൻ ശരിക്കും സ്തംഭിച്ചു പോയി. എന്തൊരവസ്ഥയിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്, എന്തൊരു ജീവിതമാണ് അവർ ജീവിച്ചു തീർക്കുന്നതെന്ന് ഒരു സംഭവമുണ്ട്. അതായത് ഒരു ശാരീരിക ബുദ്ധിമുട്ട്, ശാരീരിക വേദനയുടെ ഒരുപക്ഷെ 10 ഇരട്ടിയായിട്ടുള്ള ഒരു വേദനയാണ് മാനസിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ആ അനുഭവം, മാനസിക രോഗം എന്ന് പറയുന്ന അനുഭവം. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ ക്യാരക്ടേഴ്സ് മിക്കവാറും വല്ലാത്തൊരു ഗ്ലൂമിയായ ക്യാരക്ടേഴ്സാണ്, ഡാർക്കായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ അവർ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് ഹെൽപ്ലെസ് ആയ ഒരു ഇതിലേക്ക് പോകും. ഇപ്പോൾ വിജയൻ, സാംസിയുടെ അച്ഛൻ, ഇങ്ങോട്ട് നീങ്ങി 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 ആണ്. സ്റ്റീഫൻ അനിവാര്യമായിട്ടുള്ളൊരു എൻ്റെലേക്ക് പോകും. അതെനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും മനുഷ്യൻ ആത്യന്തികമായിട്ട് ഒറ്റപ്പെട്ട ആളാണെന്ന് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. വലിയ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യർ, ഇപ്പോൾ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, വലിയ ആൾക്കൂട്ടത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരാൾ സഞ്ചരിക്കുമ്പോൾ അവരോട് ഒരുപാട് പേര് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആത്യന്തികമായിട്ട് അവരെല്ലാം ഒറ്റയ്ക്കാണ്. നമ്മൾ ജീവിതത്തിൽ ജനനത്തിൻ്റെ സമയത്തും മരണത്തിൻ്റെ സമയത്തും നമ്മൾ ഒറ്റയ്ക്കാണ്. ഒരു ഹെൽപ്പും നമുക്ക് മരണത്തിൻ്റെ സമയത്ത് ഒരു പക്ഷത്തുനിന്നും ഒരിക്കലും ഉണ്ടാകില്ല. അപ്പം അതാണ് ആത്യന്തികമായിട്ട് ഒറ്റയ്ക്കാണ് മനുഷ്യൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു ഇരുളിമയാണ് അതിനകത്ത് കാണുന്നത്. അതെല്ലാ മനുഷ്യനും ഏതെങ്കിലും സമയത്ത് തോന്നുന്നുണ്ട്. ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തുന്ന മനുഷ്യർക്ക് പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു വിധിയാണത്. മനുഷ്യൻ ശരിക്കും പറഞ്ഞാലൊരു അത്ഭുത ജീവിയാണ്. കാരണം ഈ കൂട്ടമായിട്ട് ജീവിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. അതായത് ഇപ്പം ചില ജീവികൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇപ്പോൾ കടുവ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിയാണ്, അത് ഇണചേരാൻ മാത്രമേ അത് ഒന്നിക്കുന്നുള്ളൂ. പാമ്പ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിയാണ്. പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മളെ ഉറുമ്പ് ഇങ്ങനെയുള്ള ജീവികൾ, ഇപ്പം മാൻകൂട്ടം, ഇതെല്ലാം കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. പക്ഷേ അതേസമയം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ പോലും നമ്മൾ ഈ ഒറ്റയ്ക്കാണ് എന്നൊരവസ്ഥയുണ്ട്. അതാണ് ആ ഗ്ലൂമിനെസ് വരുന്നത്. ഈ നോവലിൻ്റെ ഒരു എഴുത്തനുഭവം ഹരീഷ് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യം എഴുതേണ്ട നോവൽ ഇതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എഴുതപ്പെടുന്നതും പുറത്തു വരുന്നതും മൂന്നാമതാണ്. അതിൻ്റെ എഴുത്തനുഭവത്തെ കുറിച്ച് ഒന്ന് വിശദാക്കാം. ഞാൻ ആദ്യം ഈ കഥയാണ് എഴുതണം എന്ന് വിചാരിച്ചത്. അപ്പം ആദ്യ കാലഘട്ടം പോലെ ഞാൻ ചിന്തിക്കുന്നതാണ്, ഇങ്ങനെ നോവൽ എഴുതണം വിചാരിക്കുന്നു. പക്ഷേ ഇത് എഴുതാനുള്ള ധൈര്യവും വിഭവവും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പേഴ്സണലായ ഒരു ലോകം ഇതിനകത്തുണ്ട്. അതായത് ഉള്ളിൽ നിന്നാണ് ഈ നോവൽ വരേണ്ടത് എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് എഴുതാൻ മടിച്ചു നിന്നത്. അതിനെ എങ്ങനെ കാണും, എങ്ങനെ എഴുതണം, അതിൻ്റെ ആഖ്യാന രീതി എങ്ങനെയായിരിക്കണം എന്നൊരു ധാരണ എനിക്കില്ലായിരുന്നു. മീശോ ആഗസ്റ്റ് പിന്നീടോ എഴുതുമ്പോൾ എനിക്ക് ആ ധാരണ വ്യക്തമായിട്ടുണ്ട്. കാരണം ആ നോവൽ എങ്ങനെ പറയണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഏത് ആംഗിളിൽ നിന്ന് പറയണമെന്നറിയാം. മീശോ എന്ന് പറയുമ്പോൾ അത് പുറം കാഴ്ചയാണ്. ഞാൻ പുറമേ നിന്നാണ് ആ ലോകത്തെ കാണുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് കടക്കുന്നുണ്ട്, അധികം കടക്കുന്നില്ല, കഥാപാത്രങ്ങളിലേക്ക് അധികം കടക്കുന്നില്ല. ആഗസ്റ്റ് പതിനേഴിലും അധികം കടക്കുന്നില്ല ക്യാരക്ടേഴ്സിലോട്ട്. പക്ഷേ ഇത് വരുമ്പോൾ
കുറച്ച് അധികം കൂടുതലായിട്ട് ഇതിനുള്ളിലേക്ക് കിടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആശങ്കയോടാണ് ഇതിനെ സമീപിച്ചത്. വളരെ പതുക്കെയാണ് എഴുതി തുടങ്ങിയത്. എഴുതി തുടങ്ങി പലതവണയും ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ധാരണ കിട്ടിയില്ല. പിന്നെ എവിടെ ഇതെത്തിക്കും, എങ്ങനെ പോകും. പിന്നെ എഴുത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. എഴുത്തിനിടയിൽ വീണ് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രചോദനം എന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷേ അങ്ങനെയല്ല ഞാൻ എന്നെ വിചാരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മുടെ വായന കൊണ്ടും നമ്മുടെ ജീവിതാനുഭവം കൊണ്ടും ഊറിക്കൂടിയ കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് എഴുത്തിനിടയിൽ കയറി വരും. അങ്ങനെയാണ് ഇത് പതുക്കെ രൂപപ്പെട്ട് വന്നതാണ്. അത് ഉള്ളിൽ നിന്നുള്ള എഴുത്തായതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് കുറച്ച് വൈകാരികമായിരുന്നു എൻ്റെ എഴുത്ത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷൻസ് പുറമേ കാണിച്ചെന്നല്ല പറയുന്നത്, ഉള്ളിൽ ഭയങ്കരമായിട്ട് വൈകാരികത തോന്നിയ ഒരു എഴുത്തായിരുന്നു ഇത്. അതായത് നമ്മുടെ ഉള്ളിനെ എഴുതുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് ആണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ ഹ്യൂമർ അധികം ഉപയോഗിച്ചിട്ടുണ്ട്. ഹ്യൂമർ എനിക്ക് വളരെ എഴുത്തിൽ സ്വാഭാവികമായിട്ട് വരുന്ന കാര്യം. എൻ്റെ എഴുത്തിൽ വളരെ നാച്ചുറലായിട്ട് വരുന്നത്. നേരത്തെ നോവലും കഥകളും വായിച്ചിട്ടുണ്ടേ അറിയാം. പക്ഷേ ആൾക്കാരുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഹ്യൂമർ അങ്ങനെ വരില്ല നമുക്ക്. ഒരാൾ ഇപ്പം സിനിമയിലിപ്പോൾ ഒരാൾ മറിഞ്ഞു വീഴുന്ന കണ്ടാൽ നമ്മൾ ചിരിക്കും. സ്വന്തം കുട്ടി പറഞ്ഞു വീഴുന്ന കണ്ടാൽ ചിരിക്കില്ലോ നമ്മൾ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എഴുത്തിൽ നമുക്ക് ചിരി വരില്ല. നേരെ മറിച്ച് പലപ്പോഴും ദൈന്യതയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലവട്ടം ഇത് നിന്നു പോകുമെന്ന് ആശങ്കപ്പെട്ടു. പിന്നെ എഴുതിക്കഴിഞ്ഞ് പലവട്ടം മാറ്റി എഴുതി അങ്ങനെ. പക്ഷേ ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ആനന്ദം അനുഭവിച്ചൊരു പ്രോസസ്സായിരുന്നു പട്ടുതോൽ പുഴുവിൻ്റെ എഴുത്തെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആനന്ദം എന്ന് പറഞ്ഞാൽ പലതും കൂടിയതാണല്ലോ ആനന്ദം. വൈകാരികത, സങ്കടം, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു സന്തോഷം, പിൽക്കാലത്ത് നന്നായി വരുന്നതെന്ന് നമുക്ക് തോന്നുമ്പോൾ കിട്ടുന്ന സന്തോഷം. അങ്ങനെ ഞാൻ ഏറ്റവും സന്തോഷം അനുഭവിച്ച എഴുത്ത് അത്തരത്തിൽ ഇത് തന്നെയായിരുന്നു. പട്ടുതോൽ പുഴു ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളാകുന്നു. ആദ്യ എഡിഷൻ 2000 കോപ്പിയാണ്. അത് കഴിഞ്ഞ് 3000 കോപ്പി സെക്കൻഡ് എഡിഷൻ അടിച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ വിൽപ്പനയിലുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. കാരണം ധാരാളമായി വായിക്കപ്പെടുന്നു എന്നറിയുന്ന വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇത് വായിച്ച അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ എഴുതുന്നുണ്ട്, എന്നെ നേരിട്ട് വിളിച്ച് പറയുന്നുണ്ട്. എനിക്കതിനകത്ത് രസകരമായി തോന്നിയ കാര്യം, എൻ്റെ ചില എഴുത്തുകൾ ഇഷ്ടമില്ലെന്ന് പറഞ്ഞവർ പോലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കൂടുതൽ പേരിലോട്ട് എഴുത്തെത്തിപ്പെടുന്നു, കൂടുതൽ പേർക്ക് നമ്മൾ എഴുതുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും ഇത് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സന്തോഷം.